ബീഫ് നിരോധനത്തെ പിന്തുണച്ച സുരേഷ് ഗോപി ഗോവധ നിരോധനം കേരളത്തിൽ നിയമമായാൽ ഒരു പൗരൻ എന്ന നിലയിൽ അത് അനുസരിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഞാൻ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നിയമം എന്താണോ അനുശാസിക്കുന്നത് അത് ഞാൻ അനുസരിക്കും. അല്ല, അതൊന്നും എനിക്കറിയത്തില്ല. നടപ്പിലാക്കിയാൽ അനുസരിക്കും. അല്ലെങ്കിലും ഞങ്ങൾ ആരും കഴിക്കാറില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇത് കയറ്റാറുമില്ല. 4 ദിവസം മുമ്പ് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഒരാഴ്ചക്ക് മുമ്പ് പഞ്ചസാര വെച്ച് തുലാഭാരം നടത്തി. അതെന്റെ ഫേഷ്യൽ പാൽസി വന്നതിന് ശേഷം വിജയ് മാധവ്, അയാളുടെ അനിയത്തി നന്ദിനി, എല്ലാരും കൂടെ നേർന്നിട്ട് നടത്തിയ തുലാഭാരമാണ്. അന്നേരം അവിടെ ഞാൻ പൈസ അടച്ചത് 97 കിലോഗ്രാം പഞ്ചസാരക്കാണ്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. അയ്യോ, 94 97 പോയോ? 4 ദിവസം കഴിഞ്ഞ് വീണ്ടും അവിടെ എത്തി തീർത്ഥം കൊണ്ട് തുലാഭാരം നടത്തി. അപ്പോഴും 97 തന്നെയാണ്. ഈ 94 കുറച്ച് താഴണമല്ലോ, അതുകൊണ്ട് കുറച്ച് കൂടുതലാവുമല്ലോ എന്തായാലും എന്ന് പറഞ്ഞൂടാ. അത് അവര് ചിലപ്പം സുരേഷ് ഗോപിയല്ലേ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് 99, 97 ആയിട്ട് പറഞ്ഞതാണെങ്കിൽ, അപ്പൊ ഈ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ നവംബർ 5ന് ഒരു ഷോയ്ക്ക് വേണ്ടി സൂറിക്കിൽ പോയിട്ട് അവിടെ ബീഫും പോർക്കും മാത്രമേ ഉള്ളൂ. പോർക്ക് തുടർന്ന് പ്രശ്നമില്ല. ബീഫ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇലകളൊക്കെ കഴിക്കേണ്ടി വരും. അത് എന്റെ ടേസ്റ്റ് ബഡ്സ് ചിലപ്പോ എനിക്ക് കരണത്തെ അടിയ തരും കഴിച്ചിട്ട് ബീഫ് 4 ദിവസം കഴിച്ചതിന്റെ ഒരു ആഡ് ഓൺ ആണ്. ഇത് എന്നെ ഇപ്പൊ വിഷമിപ്പിച്ചോണ്ടിരിക്കുക. നിങ്ങളെ ഞാൻ കളിയാക്കിയില്ല, നിങ്ങളെ ഞാൻ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഞാൻ കണ്ണാടിയിൽ നോക്കി എന്നെ തന്നെ ഇപ്പൊ വഴക്ക് പറയുന്ന കണ്ടീഷനാണ്.